നാലപ്പാട്ട് നാരായണ മേനോൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വിക്ടർ ഹ്യൂഗോയുടെ പ്രസിദ്ധമായ പാവങ്ങൾ എന്ന നോവൽ അല്ലെങ്കിൽ അതിൻ്റെ സംക്ഷിപ്തമെങ്കിലും നിങ്ങൾ വായിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മലയാള പാഠാവലിയിൽ ഇതിൻ്റെ ചില ഭാഗങ്ങളുണ്ടായിരുന്നു, പിന്നീട് ഇംഗ്ലീഷ് റീഡറിലും ഉണ്ടായിരുന്നു. അപ്പോൾ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതായത് വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, റാങ്വാൽ റാങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം സഹോദരിയുടെ കുട്ടികൾ വിശന്ന് കരയുന്നത് കണ്ടപ്പോൾ അടുത്തുള്ള ഒരു ബേക്കറിയിൽ നിന്ന് ഒരു റൊട്ടി മോഷ്ടിച്ചു. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ ക്രിമിനൽ കേസ് വരികയും പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്യും. അദ്ദേഹത്തെ ഒരു മോഷ്ടാവായിട്ട് മുദ്ര കുത്തുകയും അദ്ദേഹത്തിന് മഞ്ഞ പാസ്പോർട്ട് കൊടുക്കുകയും ചെയ്തു, യെല്ലോ പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്ത് പുള്ളിയെ പുറത്തേക്ക് വിടുകയും ചെയ്തു. പിന്നീട് ആ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി കാണിക്കുന്ന പല വിക്രിയകളും ആണ് അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ. അങ്ങനെ പുള്ളി പിന്നീട് സത്യസന്ധനായി തീർന്നതിന് ശേഷം ഒരു പെൺകുട്ടി ജീവിതത്തിൽ കടന്നു വരുന്നു. മറ്റ് സംഗതികളൊക്കെ ഉണ്ട്, അതൊന്നും നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല. അങ്ങനെ ഈ റാങ്വാൽ റാങ്ങിനെ വിടാതെ പിന്തുടരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് റാവർ എന്നാണ്. ഇത് പിന്നീട് മലയാളത്തിൽ സിനിമയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. മധുവാണ് റാങ്വാൽ റാങ്ങായിട്ട് അഭിനയിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അഭിനയിച്ചത് KP ഉമ്മറായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സിനിമയുടെ പേര് നീതിപീഠം എന്നാണ്. ആ ഷീലയും അതിൻ്റെ അകത്ത് അഭിനയിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ പ്രസിദ്ധമായ നോവലാണ്. അതിൽ ഈ ബിഷപ്പിൻ്റെ മെഴുതിരിക്കാലുകൾ മോഷ്ടിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. ബിഷപ്പ് അദ്ദേഹത്തോട് വളരെ കരുണാമയനായ ബിഷപ്പ് ഇദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നത്. എന്തുകൊണ്ടാണ് ഇത് മാത്രം മോഷ്ടിച്ചത്, വെള്ളി മെഴുതിരിക്കാലും കൂടി ഞാൻ തന്നിരുന്നല്ലോ എന്നൊക്കെ പറയുന്നതായ വികാര തീവ്രമായ പല രംഗങ്ങളിലുണ്ട്. ഇതിപ്പോൾ ഓർക്കാൻ കാര്യമെന്ന് വെച്ചാൽ അന്നൊക്കെ കള്ളന്മാരാണ് മോഷ്ടിച്ചത്, ഇപ്പോൾ പോലീസുകാരും നല്ല രീതിയിൽ മോഷ്ടിക്കുന്നു എന്നാണ് നമ്മുടെ അനുഭവം. ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് മുണ്ടക്കയത്തോ മറ്റുള്ളൊരു പോലീസുകാരൻ ആ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ആ ഒരു കടയുടെ ഇറയത്ത് വെച്ചിരുന്ന മാങ്ങ മോഷ്ടിച്ച സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പാവപ്പെട്ടവൻ വിചാരിച്ചത് ആരും പിടിക്കുകയില്ല, ആരും അറിയുകയില്ല എന്ന്. പക്ഷേ കടയിൽ CCTV ഉണ്ടായിരുന്നു. അവർ ഈ നമ്പർ വെച്ചിട്ട് പിറ്റേ ദിവസം പരാതി കൊടുത്തു, 10 കിലോ മാങ്ങ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ്. പോലീസ് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ മോട്ടോർ സൈക്കിളിൻ്റെ ഉടമസ്ഥൻ ഒരു പോലീസുകാരനാണെന്ന് മനസ്സിലായത്. അങ്ങനെ നിരപരാധിയായ നിഷ്കളങ്കനായ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. ആ ക്രിമിനൽ കേസ് കോടതിയിലെത്തിയപ്പോഴത്തേക്കും പരാതിക്കാരൻ എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചു. പക്ഷേ ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്നുള്ളതാണ്. അതധികം പത്രത്തിലൊന്നും വന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി കേരള പോലീസിന് തീർത്താൽ തീരാത്ത അവമാനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാണ് പിരിച്ചുവിട്ടത്. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് വിചാരിക്കും. എൻ്റെ നാടായ ആലുവയിലാണ് ഈ ദുഃഖകരമായ സംഭവം ഉണ്ടായത്. തീവണ്ടിയിൽ നിന്ന് വീണ് മരിച്ച ഒരു ആസം സ്വദേശിയുടെ പേഴ്സിൽ ഏതാണ്ട് 8000 രൂപ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 3000 രൂപ ഒരു പാവപ്പെട്ട പോലീസുകാരൻ, വെറും പോലീസുകാരനല്ല, ഒരു ഗ്രേഡ് SI അടിച്ചു മാറ്റി എന്നുള്ളതാണ്. ആ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഈ 8000 രൂപയും പേഴ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇയാളുടെ ബന്ധുക്കൾ വന്ന് ഏറ്റെടുക്കുമ്പോൾ 5000 രൂപയുള്ളൂ. ബാക്കി 3000 എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല. പിന്നെ പോലീസുകാർ CCTV പരിശോധിച്ചു. അപ്പോഴാണ് ഗ്രേഡ് SI പാവപ്പെട്ടവൻ അതിൽ നിന്ന് 3000 രൂപ എടുത്ത് പോക്കറ്റിലെടുത്ത ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഉടനെ തന്നെ അന്വേഷണമായി SIയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് DYSP ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പാവപ്പെട്ട ഒരു പോലീസുകാരൻ, ഒരു ഗ്രേഡ് SI മരിച്ചു പോയ ഒരാളുടെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കണമെങ്കിൽ അദ്ദേഹം എന്തുമാത്രം ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടാവും എന്നാലോചിച്ചു. സാധാരണ മനുഷ്യർ ആരും ചെയ്യില്ല. ഒരു മനുഷ്യൻ ചെയ്യാത്ത കാര്യമാണ് ഒരു പോലീസുകാരൻ ചെയ്തത്. ഇയാൾക്ക് മാസം ശമ്പളമില്ലേ. അതുകൂടാതെ ആലുവ പോലൊരു സ്റ്റേഷനിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു സംഖ്യ കിമ്പളവും കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം അനുഭവിക്കുന്ന ദാരിദ്ര്യം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹം സത്യസന്ധനാണെന്നുള്ളതിന് വേറെ തെളിവൊന്നും വേണ്ട. 8000 രൂപ ഉണ്ടായിരുന്നതിൽ പുള്ളി വെറും 3000 രൂപ എടുത്തുള്ളൂ. അതും പ്രധാനമല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വേണമെങ്കിൽ പുള്ളിക്ക് 8000 എടുക്കായിരുന്നു, ആരും അറിയുമായിരുന്നില്ല. അല്ലെങ്കിൽ CCTV മാത്രമേ അതിനൊരു തെളിവായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പുള്ളിക്ക് വേറെ 3000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വലിയ മനസ്സ് കാണാൻ പോരുത്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ സസ്പെൻഷനിൽ നിൽക്കുന്ന ഈ പാവപ്പെട്ടവനെ സർവീസിലുള്ള പോലീസുകാർ സഹായിക്കണം. ക്രൈംബ്രാഞ്ച് DYSP ഹൃദയശൂന്യമായ രീതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കരുത്. ഈ മുണ്ടക്കയത്തെ പോലീസുകാരനെ ചെയ്ത പോലെ സർവീസിൽ നിന്ന് പിരിച്ചുവിടരുത്. ഇത്രയും നാൾ സത്യസന്ധമായിട്ട് സ്തുത്യർഹമായ രീതിയിൽ സേവനം അനുഷ്ഠിച്ച ആളാണ് നമ്മുടെ ഗ്രേഡ് SI. അദ്ദേഹത്തെ പോലെ ഒരു സാധു മനുഷ്യൻ, അത് മീശയൊക്കെ നരച്ച ഒരാളാണ്, പടം ഞാൻ കണ്ടു. മീശ നരച്ച ഈ പോലീസുകാരൻ മിക്കവാറും 2-3 കൊല്ലം കൂടി അദ്ദേഹത്തിന് സർവീസ് ഉണ്ടാവും. ഇപ്പോൾ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടാൽ അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം എങ്ങനെയാവും നിങ്ങൾ ഊഹിച്ചാൽ മതി. അദ്ദേഹത്തിന് ഒരു പക്ഷേ കല്യാണം കഴിപ്പിച്ച് വിടാറായ പെൺമക്കളുണ്ടാവും.
അല്ലെങ്കിൽ BA BSc പാസ്സായി ജോലി കിട്ടാത്ത ആമക്കളുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളുടെ കഷ്ടപ്പാട് കണ്ടിട്ടായിരിക്കും പുള്ളി ഈ മരിച്ചു പോയവനെ പോക്കറ്റടിക്കാൻ വിചാരിച്ചത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പോലീസ് മേധാവികളെ, നിങ്ങൾ കുറച്ചുകൂടി ദയ കാണിക്കണം. പോലീസ് അസോസിയേഷൻ്റെ സുഹൃത്തുക്കൾ ഇത് കാണുന്നവർ ധാരാളം പേരുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പോലീസ് അസോസിയേഷൻ ഇദ്ദേഹത്തിൻ്റെ കുടുംബസഹായ നിധി പിരിക്കണം. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു പോലീസുകാരൻ മരിച്ച ഒരാളുടെ പോക്കറ്റടിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എത്ര ശോചനീയമായിരിക്കും എന്നാലോചിക്കാം. ഇത് കാണുന്ന നല്ലവരായ DYFIക്കാരും കാലത്തിനൊത്ത രീതിയിൽ പ്രവർത്തിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അങ്ങനെ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇയാൾ UDFൻ്റെ ഭരണകാലത്ത് പോലീസ് അസോസിയേഷൻ്റെ എന്തോ ഭാരവാഹിയായിരുന്നു എന്ന് ഞാൻ ഏതോ ഒരു റിപ്പോർട്ടിൽ വായിച്ചു. അതുകൊണ്ട് DYFIക്കാരുടെ ഭാഗത്ത് വലിയ സഹായങ്ങൾ കിട്ടാൻ സാധ്യതയില്ല. എങ്കിലും ഇത് കാണുന്ന സുമനസ്സുകളായ എല്ലാ ആളുകളും ഈ പാവപ്പെട്ട ഗ്രേഡ് SIക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കഴിയാവുന്നതിനില്ല അദ്ദേഹത്തെ സഹായിക്കണം. അദ്ദേഹത്തിൻ്റെ സഹായ നിധി പോലീസ് അസോസിയേഷൻ ഉടനെ തന്നെ പിരിക്കണം. മേലുദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തെ പരമാവധി ഒരു താക്കീത് കൊടുത്ത് സർവീസിൽ തിരിച്ചെടുപ്പിക്കണം. അദ്ദേഹത്തിന് പെൻഷനും ഗ്രാറ്റുവിറ്റി മറ്റെല്ലാ ആനുകൂല്യങ്ങളും താമസം വിനാ ലഭ്യമാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം, സൗകര്യമൊരുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഈ പാവപ്പെട്ട പോലീസുകാരൻ്റെയും സംതൃപ്ത കുടുംബാംഗങ്ങളുടെയും വേദനയിൽ ഹൃദയപൂർവ്വം പങ്കുചേരുന്നു. ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ നമ്മളൊരിക്കലും കുറ്റപ്പെടുത്തുകയോ തള്ളിക്കളയുകയോ ചെയ്യരുത്. അവരെ കൂടി ചേർത്ത് പിടിച്ച് മാത്രമേ ഏതൊരു മനുഷ്യ സ്നേഹിക്കും മുന്നോട്ട് പോകാൻ കഴിയൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.